അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തിങ്കലും മുൻ എം.എൽ.എ. പി.സി. ജോർജും തമ്മിൽ പൊതുവേദിയിൽ വാക്കേറ്റം. പൂഞ്ഞാർ തെക്കേക്കരയിൽ സ്വകാര്യ ആശുപത്രി ഉദ്ഘാടന ചടങ്ങിനിടയിലായിരുന്നു സംഭവം. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ വേദിയിലിരിക്കെയാണ് ഇരുവരും തമ്മിൽ കൊമ്പുകോർത്തത്. ദൃശ്യങ്ങളിൽ എനിക്ക് സൗകര്യമുള്ളതാണ് ഞാൻ പറയുന്നത്. അവരെ ഉള്ള തസ്തികയേക്കാൾ അധികം ഒരു തസ്തിക വേണമെന്നുണ്ടെങ്കിൽ ആ തസ്തികയ്ക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് സാങ്ഷൻ വേണം. അതിനാണ് നിവേദനം കൊടുത്തത്. അത് വിമർശിക്കാൻ നമുക്ക് വേറെ വികസന വേദി ഉണ്ടാക്കാം. ഇത് ആശുപത്രിയുടെ ഉദ്ഘാടനം, ഇവിടെ അതിന്റെ കാര്യം പറഞ്ഞു പോകും കേട്ടോ. എല്ലായിടത്തും വർത്താനം പറയുന്നത് ഇവിടെ എനിക്ക് ആവശ്യമുണ്ട്. പൂഞ്ഞാറ് ഗവൺമെന്റ് ആശുപത്രി 2 ഡോക്ടർമാരെ കിട്ടിയപ്പോഴാണ് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്നേ. അത് തന്നോടുള്ള വേറെ ആരോടാ പറയുന്നത്? അത് പഞ്ചായത്തിന്റെ കീഴിലുള്ള അത് വേണം ചെയ്യാൻ. വേദി ഇതല്ലല്ലോ, അത് പറയാനുള്ള വേദി ഇതല്ലല്ലോ. 7 ഡോക്ടർമാരുണ്ടായിരുന്നു. ഇത് ആശുപത്രി ഇങ്ങനെ പാലിയേറ്റീവിന്റെ കാര്യം പറയാനോ അത് പറയാൻ ലൈസൻസ് ഇല്ലെങ്കിൽ പിന്നെ വർത്താനം പറയുന്നു. ഒരു എം.എൽ.എയോട് നിവേദനം നടത്താൻ ഇതുപോലെ അവസരങ്ങളെ കിട്ടുള്ളൂ, കൈ കിട്ടണ്ടേ? ഗോകുൽ രമേശന്റെ കോട്ടയിൽ നിന്ന്. ഗോകുൽ, പൂഞ്ഞാറിന്റെ എം.എൽ.എയും മുൻ എം.എൽ.എയും തമ്മിലാണ് പൊതുവേദിയിൽ കേന്ദ്രമന്ത്രിയുടെ മുന്നിൽ വെച്ച് വാക്കേറ്റം. എന്തായിരുന്നു സംഭവം? എന്താണ് ഇരുവരെയും പ്രകോപിപ്പിച്ചത്? യിലെ സ്വകാര്യ ആശുപത്രിയുടെ ഉദ്ഘാടന ചടങ്ങിനിടയിലായിരുന്നു ഒരു എം.എൽ.എയും മുൻ എം.എൽ.എയും തമ്മിൽ ഇത്തരത്തിലൊരു വാക്കേറ്റം ഉണ്ടായത്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ വേദിയിലിരിക്കെയാണ് പി.സി. ജോർജും അതോടൊപ്പം തന്നെ നിലവിലെ എം.എൽ.എ. സെബാസ്റ്റ്യൻ കുളത്തിങ്കലും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റം ഉണ്ടായത്. അതായത് മുണ്ടക്കയത്തെ ആശുപത്രിയിൽ ഡോക്ടറെ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഈ സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ എം.എൽ.എ. മന്ത്രിയെ കണ്ടതുമായി ബന്ധപ്പെട്ട് പി.സി. ജോർജ് നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങൾ വേദിയിരുന്ന എം.എൽ.എ. ചൊടിപ്പിക്കുകയായിരുന്നു. തുടർന്ന് അദ്ദേഹം ചാടി എഴുന്നേറ്റുകൊണ്ട് ഇവിടെ ആവശ്യമുള്ള കാര്യം മാത്രം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് പി.സി. ജോർജിന്റെ പ്രസംഗത്തെ തടസ്സപ്പെടുത്തുകയായിരുന്നു. അപ്പോൾ പി.സി. ജോർജ് ഇത്തരത്തിൽ എനിക്ക് സൗകര്യമുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുക, അത്തരത്തിലേ പറയുകയുള്ളൂ എന്നുള്ള രീതിയിലുള്ള മറുപടിയാണ് പി.സി. ജോർജ് എം.എൽ.എക്ക് നൽകിയത്. ഒപ്പം തുടർന്ന് നിലവിലെ എം.എൽ.എയുടെ ഭാഗത്തു നിന്നും അതിനുള്ള വേദി ഇതല്ലെന്ന് ഉള്ള രീതിയിലുള്ള ആക്രോശിച്ചുകൊണ്ടുള്ള മറുപടി വന്നു. ഒപ്പം ഇതിൽ കൂടുതൽ പ്രകോപിതനായിക്കൊണ്ട് പി.സി. ജോർജ് പൂഞ്ഞാറിലെ ആശുപത്രിയിലും ഇത്തരത്തിൽ വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ്. ഉച്ച കഴിഞ്ഞ് OP ഇല്ലെന്നും ഇതിനുള്ള നടപടിയൊക്കെ ആവശ്യമാണെന്നും ഈ കാര്യങ്ങളൊക്കെ പറയാൻ തന്നെ കണ്ടു കിട്ടുന്നില്ല എന്നുള്ള രീതിയിലുള്ള വളരെ രൂക്ഷമായിട്ടുള്ള മറുപടി, ക്രോധപൂർവ്വമായിട്ടുള്ള മറുപടി പി.സിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വേദിയിൽ ആൾക്കാരെ സാക്ഷി നിർത്തിക്കൊണ്ട്, കേന്ദ്രമന്ത്രിയെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് 2 നേതാക്കൾ തമ്മിൽ വലിയ വാക്കേറ്റം നടത്തുകയുണ്ടായത്. ഒടുവിൽ സംഘാടകരെത്തിയാണ് ഇരു നേതാക്കളെയും അനുനയിപ്പിച്ച് ആ പരിപാടി തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും വളരെ നാണക്കേട് എന്ന രീതിയിൽ തന്നെ പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. 2 ജനപ്രതിനിധികളാണ്, അല്ലെങ്കിൽ ഒരു മുൻ ജനപ്രതിനിധിയും ഇപ്പോഴത്തെ ജനപ്രതിനിധിയും 2 നേതാക്കളാണ്, രാഷ്ട്രീയ നേതാക്കൾ തമ്മിലാണ് ഇത്തരത്തിൽ പരസ്യമായിട്ടുള്ള വാക്കേറ്റം ഒരു പൊതുവേദിയിൽ വെച്ചുണ്ടാകുന്നത്. പി.സി. ജോർജിനെ സംബന്ധിച്ചിടത്തോളം വിദ്വേഷ പരാമർശമടക്കം നിരവധി കേസുകളിൽ ജാമ്യത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് പി.സി. ജോർജ്. എന്തായാലും ഇത്തരത്തിലുള്ള ഒരു സംഭവം കൂടി ഉണ്ടാകുമ്പോൾ അത് അദ്ദേഹത്തിന്റെ പ്രതിച്ഛായയ്ക്ക് കൂടുതൽ കോട്ടം ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് എം.എൽ.എയുടെ കാര്യത്തിലും സമാനമായി തന്നെയാണ് പൊതുവേദിയിൽ ഇത്തരത്തിൽ മറ്റൊരു നേതാവിനോട് തട്ടിക്കയറുന്നത്. 2 നേതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രതിച്ഛായയ്ക്ക് വലിയ കോട്ടം സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്തായാലും സംഘാടകരെത്തിയാണ് അനുനയിപ്പിച്ചത്. വളരെ നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവമായി തന്നെ ഇതിനെ നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കും. ശരി ഗോകുൽ. പൂഞ്ഞാർ എം.എൽ.എ. അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തിങ്കലും മുൻ എം.എൽ.എ. പി.സി. ജോർജും തമ്മിൽ പൊതുവേദിയിൽ വാക്കേറ്റം. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗോകുൽ രമേശ് കോട്ടയത്ത് നിന്ന്.